सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम्. അമ്മേ എന്റെ വളയെന്തി? മോളെ ബാമേ, അമ്മയുടെ മരുന്ന് സാധനങ്ങളൊക്കെ ബാഗിൽ എടുത്തു വെച്ചിട്ടില്ലേ? ബാമേ, എന്റെ തോർത്ത എവിടെ വെച്ചിരിക്കുന്നേ? തോർത്ത കിടപ്പുണ്ട് മാധവേട്ടാ. ഭക്ഷണം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ രാമേന്ദ്രൻ വന്ന എല്ലാം ചൂടാക്കി തന്നോളൂ. അവൻ വരൂലോ അല്ലേ? പിന്നെ വരാതെ, ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പോയേച്ചും വരാം. അമ്മേ, ബാമേച്ചി ഇറങ്ങുന്നുണ്ടോ? മാമേ, ഒന്നിറങ്ങുന്നുണ്ടോ? സമയം പോണു. ഞങ്ങൾ എപ്പോഴേ റെഡി. അളീനെ കൂടാതെയുള്ള തീർത്ഥാടനം എനിക്ക് അത്ര തൃപ്തിയല്ല. അമ്മാമ, ഇത് ആദ്യമായിട്ടൊന്നല്ലോ, അങ്ങോട്ട് കയറുന്നേ. കേറ്. അമ്മാമേ, വല്യമ്മാമേ, അമ്മാമേ, അമ്മാമേ, എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നേ? ഒന്നുമില്ല. ഇപ്പോൾ അമ്മാമയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. എന്താ ഒരു ഉന്മേഷം കാണുന്നില്ലല്ലോ? ഇന്നലെ മരുന്ന് കഴിച്ചില്ലേ? കഴിച്ചു. ഒന്നും കഴിച്ചില്ലല്ലോ. എന്നാൽ നമുക്ക് ഭക്ഷണം കഴിക്കാം, എന്നിട്ട് നമുക്ക് മരുന്ന് കഴിക്കണ്ടേ? അമ്മാമ ഇന്നാ കഞ്ഞി കുടിക്കേ. മാളു, നോക്കി ഇറങ്ങാൻ. അയ്യോ, അയ്യോ മക്കളെ, അയ്യോ മക്കളെ, ഗായത്രി, ഇത് ഗായത്രി തന്നെയാ. അവളീ തറവാട്ടിൽ നിന്ന് പോയതിന് ശേഷം ഇവിടെ എനിക്ക് സമാധാനം ഉണ്ടായിട്ടില്ല മക്കളെ. എനിക്ക് വല്ലാതെ പേടിയാകുന്നു. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് മാറി താമസിച്ചാലോ? എന്റെ മോള് ദൈവകോപമാണ്. സർപ്പക്കാവിൽ വിളക്ക് വെച്ചിട്ട് എത്ര കാലായി. നേരാ, നാളെ തന്നെ അവിടെ ശുദ്ധി ചെയ്ത് വിളക്ക് വെക്കണം. അല്ല, അളീന എനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. അയ്യോ അച്ഛൻ, അയ്യോ അച്ഛച്ച. അച്ഛാ, അച്ഛന് തന്നെ പറ്റി. അച്ഛാ, രാമേന്ദ്രനെ വിളിച്ചേ, ഒന്ന് വിളിച്ചേ രാമേന്ദ്രനെ. അമ്മേ, കരയല്ലേ അമ്മേ? ഇവിടെ എന്തൊക്കെയോ അനർത്ഥങ്ങൾ നടക്കുന്നുണ്ട്. ഇത് അവളുടെ ശബ്ദം. ഗായത്രി തന്നെയാ മക്കളെ. ഹലോ രാമേന്ദ്രേട്ടാ, എവിടെയാ? ഒന്നിങ്ങോട്ട് വരാമോ? ഇവിടെ ആകെ കുഴപ്പാ. ആകെ കുഴപ്പാ. നമുക്ക് എന്തെങ്കിലും പ്രതിവിധി ചെയ്തേ പറ്റൂ. നമുക്ക് ആ സർപ്പകാവിൽ തിരി കളിക്കാം. പോരാ, നമുക്ക് മേത്രമഠത്തിലെ തിരുമേനിയെ കൊണ്ടുവന്നേ പറ്റുള്ളൂ. അതാ നല്ലത്. തിരുമേനി വേണ്ട, പ്രതിവിധി ചെയ്തോളൂ. എന്റെ ദേവി, ഈ കുടുംബത്തെ കാത്തുകൊള്ളണേ. എന്താടാ ഗോപ, നീ എന്തിനാ വിളിച്ചേ? അതെ, വല്യമ്മക്ക് എന്താ പറ്റിയ? ഞാൻ രാവിലെ വന്നിട്ട് പോകുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. ഞങ്ങൾ ഇവിടുന്ന് പോയതിനു ശേഷം എന്തൊക്കെയോ സംഭവിച്ചു. എന്ത് സംഭവിക്കാൻ? വീട് നിറയെ അബ്ജപ്തങ്ങൾ. ഉള്ളി കിടക്കുന്ന അളീനെ കണ്ടില്ല. അമ്മാമയ്ക്ക് എന്താ പറ്റിയ? എന്ത് പറ്റി? ആ മേത്രമഠം തിരുമേനി ഒന്ന് വിളിച്ചാലോ? തിരുമേനിയൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം കൊണ്ട് എത്ര കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ നോക്ക്. വന്നേ. അല്ല വക്കീലേ, ആ കുഗ്രാമത്തിൽ പോയി വീട് സ്ഥലം മേടിക്കുന്ന വല്ല നിർബന്ധമുണ്ടോ? നമുക്ക് വേറെ ഒന്ന് ആലോചിച്ചിട്ട്. സതീശ, നമുക്കൊന്ന് പോയി നോക്കാന്നേ. എനിക്ക് കുഴപ്പമില്ല, പോണെങ്കിൽ പോവാം. എന്തായിരുന്നു വിഷയം? ഒരു കാര്യം അറിയാൻ വേണ്ടി വന്നാ. എന്ത് കാര്യം?
ആ തെങ്ങും പിള്ളി മരം മേടിച്ചാലോ എന്നൊരു ആലോചനയുണ്ട്. സംഗതി എല്ലാം കൊണ്ടും നല്ലതാണ്. വെള്ളം, വഴി, 5-6 ഏക്കർ സ്ഥലം, പിന്നെ തരക്കേടില്ലാത്തൊരു വീടുമുണ്ട്. പക്ഷേ കുറേ വർഷങ്ങളായിട്ട് വീട് അങ്ങനെ തന്നെ മെയിൻ്റനൻസ് ഒന്നും ചെയ്യാണ്ട് കിടക്കുക. നല്ല പെയിൻറ്റ് പോലും അടിച്ചിട്ടില്ല. അതെന്താ അവിടെ ആൾത്താമസം ഇല്ലേ? ആൾത്താമസമൊക്കെ ഉണ്ട്. പിന്നെ പക്ഷേ എന്തു പക്ഷേ കാര്യം ഞാൻ പറയാൻ വയ്ക്കില്ലേ. അവിടുത്തെ ഇളയ പെണ്ണ് നേരത്തെ ഒരാളുടെ കൂടെ ചാടിപ്പോയതാണ്. അത് പിന്നെ അവർ മാനസികമായിട്ട് ആകെ തകർന്നു. അവരിപ്പോൾ ആ വീടിനോടൊന്നും അങ്ങനെ ശ്രദ്ധയില്ല. കണ്ട നേർച്ചയും വഴിപാടും തീർത്ഥാടനമൊക്കെ ആയിട്ട് അങ്ങനെ പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ വീടൊക്കെ അങ്ങനെ ക്ഷയിച്ചു പോയത്. അതെ, അത് തന്നെ. ആ കാർന്നോരും കിടപ്പിലാണ്. കഷ്ടം, ട്രാജഡി ആണല്ലേ. ഇപ്പോൾ കാര്യം പിടികിട്ടിയില്ലേ പാപ്പാ? ഓ, ക്ഷയിച്ച തറവാടാണല്ലേ. അതേ, വേറൊരു പ്രശ്നമുണ്ട്. ആ വീട്ടിൽ എന്തൊക്കെയോ ചില അനർത്ഥങ്ങൾ നടക്കുന്നുണ്ട്. വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും പല ശബ്ദങ്ങളും ബഹളങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ടൊരു സംസാരം. വയസ്സായ ഒരു അമ്മാവൻ ഒരു വശം പൊള്ളി മിണ്ടാൻ വയ്യാതെ കിടപ്പിലാണ്. അങ്ങനെ കുറേ ഏറെ പ്രശ്നങ്ങൾ. ഇയാളത് പറഞ്ഞ് കൊളാക്കുന്നു. എന്തായാലും ഞാനൊന്നും വന്ന് നോക്കുന്നുണ്ട്. തീരുമാനിക്കും. ശരി. ആരാ? ഞാൻ മാധവൻ. ഇതെന്റെ അമ്മാവൻ സംഗമി. എവിടുന്നാ? തെങ്ങുംപള്ളി വരെയെന്നാ വരിക. കേറി ചെല്ലേ. വെള്ളിയാഴ്ച നോമങ്ങോട് വരാം. ഒരാളെ ഇങ്ങോട്ട് അയക്കുക. ഓ ശരി. എങ്ങനെയാ ആ, പറഞ്ഞ പോലെ ചെയ്യാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. നന്ദി. എന്തേ അമ്മായി, എന്ത് പറ്റിയ? എന്താ ഉണ്ടായേ? കരയാത്ത വിവരം പറ. അമ്മായി സമാധാനപ്പെടേ. എന്താ പറ്റി? എന്താ അമ്മേ? ആമയോ? അവളെവിടെ പോകാനോ? അവൾ ഇവിടെ എവിടെയും കാണും. മോളെ, മോള് പേടിക്കണ്ട. അമ്മ എവിടെ എവിടെയും ഉണ്ടാവും. അമ്മ അവിടെ കാണും. അവളെവിടെ പോവാനാ?
പേടിപ്പിച്ചു കളഞ്ഞല്ലോടാ. ഇനിയിപ്പൊ തിരുമേനി വന്നാലേ തീരുമാനം ഉണ്ടാവുള്ളൂ. അതിന് തിരുമേനിയെ കണ്ടോ? കണ്ടു. അദ്ദേഹം വെള്ളിയാഴ്ച എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, പോലീസിൽ അറിയിച്ചില്ലേ? അതൊക്കെ അറിയിച്ചു. അവർ പലവട്ടം വന്നു നോക്കും. ഫലമൊന്നും ഉണ്ടായി. എല്ലാം നമ്മൾ ചെയ്ത പാവം. ഈ തറവാട് നശിപ്പിച്ച് അവൾ അടങ്ങൂ. അല്ല, നിങ്ങൾ ആരുടെ കാര്യമാണ് പറയുന്നത്? അല്ല അത് പിന്നെ അല്ല, നിങ്ങളാരാ ഈ ബഹളത്തിൻ്റെ ഇടയിൽ? അത് ചോദിക്കാൻ വിട്ടുപോയി. ഞാൻ ആ മാധവ, ഇത് ഒരു വക്കീലാ. ഇദ്ദേഹത്തിൻ്റെ പേര് സത്യശീലൻ. അത് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത്. ഞാൻ ഈ നാട്ടുകാരൻ തന്നെ. ഇവർ നമ്മുടെ ഈ വീടും സ്ഥലവും വാങ്ങാൻ വന്നവരാ. ഇല്ലെന്നേ, വാങ്ങാനൊന്നും തീരുമാനിച്ചിട്ടില്ല. വീടും സ്ഥലവും കണ്ടു കേട്ട് പോകാമെന്ന് മാത്രം. ഡാ സതീശ, ഞാൻ സംസാരിച്ചോളാം. വീട് വാങ്ങിക്കാൻ താല്പര്യമുണ്ട്. വിലയും കൊണ്ട് ഒത്താ ഞാൻ വാങ്ങിച്ചോളാം. അങ്ങനെയെങ്കിൽ നമുക്ക് ഉടനെ കച്ചവടം നടത്താം. അതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് മാധവ. അതെ, മേത്രമടം തിരുമേനി ഉടനെ എത്തും. കുറച്ച് പൂജയും കാര്യങ്ങളും ബാക്കിയുണ്ട്. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ആ, അതിനൊക്കെ വേണ്ട സമയമുണ്ടെന്നേ. നമുക്കത് പയ്യെ നോക്കാം. തിരക്ക് പിടിക്കണ്ട. സത്യ, നമുക്കതൊന്ന് ആലോചിച്ചിട്ട് പോരെ? സതീശ, എന്നെ അറിയാലോ, എനിക്ക് ഈ കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ല. അവരാലോചിച്ച് പറയട്ടെ. എന്നാ നമുക്ക് പോയാലോ? എന്നാ മാധവ, എന്നാ ഓക്കെ. ഇറങ്ങിക്കോ. ആ ഓക്കെ. മാധവ, ഞാനിത് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ അങ്ങ് പോട്ടെ. ഞാൻ ഭാമ എവിടെയെങ്കിലും ഉണ്ടോ എന്നോട് നോക്കട്ടെ. ഇതാരാ? ഇത് രാമേന്ദ്രൻ, അടുത്ത ബന്ധുവാ. ഇല പെങ്ങളെ, ആ ഇലയും എടുത്തോ. വരുന്നു. വെള്ളം. അമ്മേ, ആ വെള്ളം എടുക്കുമോ? ഈ കുടുംബത്തിലെ ഒരാൾ വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്താ ശരിയല്ലേ? മടിക്കണ്ട, പറഞ്ഞോളൂ. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഇളയ സഹോദരി ഒരാളുടെ ഒപ്പം ഇറങ്ങിപ്പോയായിരുന്നു. പിന്നീട് അവളെ കണ്ടിട്ടുമില്ല. ഒരു കീഴ്ജാതിക്കാരൻ്റെ കൂടെ ആയിരുന്നു തിരുമേനി. ആളിപ്പോൾ ജീവനോടെ ഇല്ല. അതിൻ്റെയാണോ തിരുമേനി ഈ കാണുന്ന കുഴപ്പങ്ങളെല്ലാം? അതൊരു ശാപമായി ഈ കുടുംബത്തെ തുടരുന്നു. അതിനുള്ള പ്രതിവിധി എന്താ തിരുമേനി? വിഘ്നവിനാശത്തിനു വേണ്ടി ഗണപതി ഹോമത്തോടു കൂടി ഒരു സർവൈശ്വര്യ പൂജ നടത്തുക, ബലിതർപ്പണം നടത്തുക. എല്ലാം അവിടുന്ന് പറയുന്ന പോലെ ചെയ്യാം. അതിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തോളാം തിരുമേനി. മരിച്ചവൻ്റെ പേര്, ജാതകം എല്ലാം എടുത്തു വെച്ചോളൂ. ആയിക്കോട്ടെ തിരുമേനി. ഗായത്രി മാമി, മാളു, ഈ കൊച്ചിത് എവിടെ പോയി കിടക്കുമോ ഈ സന്ധ്യക്ക്? മാളു 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 മാളൂട്ടിയെ
തിരുമേനി നമസ്കാരം. വരിക. ഇരുന്നോളൂ. താങ്ക് യു. എന്താണ് പ്രശ്നം? തിരുമേനി ആ തെങ്കുംപള്ളി തറവാട്ടിൽ പോയായിരുന്നില്ലേ? അവിടെ വാസ്തുപ്രശ്നം വല്ലതും കണ്ടായിരുന്നോ? എന്താ ഇപ്പോൾ അങ്ങനെ തോന്നാൻ? തിരുമേനി, ഞാൻ ആ സ്ഥലവും വീടും വാങ്ങാൻ ഉദ്ദേശിക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ തിരുമേനി അവിടെ? അവിടെ ഞാനൊന്നും കാണുന്നില്ല. അമിതമായ ജാതീയതയും അന്ധവിശ്വാസവുമാണ് ഞാൻ ആ വീട്ടിൽ കാണുന്നത്. അവരുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതാണ്. പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നല്ലോ, അപ്പോൾ അതോ? അതെല്ലായിടവും ചെയ്യുന്നതാണ്. ഒരു ഗണപതി ഹോമവും സർവൈശ്വര്യ പൂജയും, അതിൽ കൂടുതലൊന്നുമില്ല. വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു മരണം നടന്നിട്ടുണ്ട്. അതിൻ്റെ ആത്മാവ് അതിൽ ചുറ്റിപ്പറ്റി നടക്കുന്നു എന്നാണ് അവരുടെ തോന്നൽ. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്നാൽ അവിടെ ഒരു ദുരൂഹതയുണ്ട്. അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചാൽ നന്നായിരിക്കും. വളരെ നന്ദി തിരുമേനി, ഞാൻ അറിയിക്കോട്ടെ. സന്തോഷം. അതൊക്കെ എന്നാന്ന് വെച്ചാൽ ചെയ്യാന്നേ. ചേട്ടാ, നമുക്കൊന്ന് പോയി നോക്കിയാലോ? വേണ്ട, ഈ ത്രിസന്ധ്യ സമയത്ത് അതൊന്നും വേണ്ട. എൻ്റെ അമ്മാവ, നമുക്ക് 3 പേരില്ലേ, നമുക്ക് പോയി നോക്കാന്നേ. എടാ, സൂക്ഷിച്ചു നോക്കിയൊക്കെ പോകും. ഇവിടെ തന്നെ ആ കരച്ചിലൊക്കെ. മാധവേട്ടാ, മാധവേട്ടാ, ഗോപേട്ടാ, ഇവിടെ ആരും ഇല്ല. ഇവിടെ വിളിയൊന്നും കേൾക്കണില്ലോ. ഗോപേട്ടാ, ഗോപേട്ടാ, ഹലോ. ഇതെവിടെ നിന്നാ ഈ ശബ്ദം കേട്ടെ? പേടിച്ചു പോയല്ലോ. നോക്കട്ടെ. ചേടാ, മാധവേട്ടൻ ഞെട്ടിയോ? ഞെട്ടണ്ട മാധവേട്ടാ, ഇത് ഞാനാ, ആ പഴയ കൊച്ചർക്കൻ. നിങ്ങളൊക്കെ തീയിലിട്ട് ചുട്ട ആ കൊച്ചർക്കൻ എങ്ങനെ ഇവിടെ എത്തിയെന്നായിരിക്കും ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത്, അല്ലേ? നിങ്ങളെല്ലാരും ചേർന്ന് എന്നെയും എൻ്റെ ഗായത്രിയെയും ചുട്ടരിച്ചപ്പോ എൻ്റെ ജീവൻ മാത്രം ബാക്കിയായി. ദേ ഈ കോലത്തില്. പിന്നെ ദേ ഇവര്, എന്നെയും ഗായത്രിയെയും ജീവന തുല്യം സ്നേഹമായിരുന്നു ഇവർക്ക്. തീപ്പൊള്ളലേറ്റ അബോധാവസ്ഥയിൽ കിടന്ന എന്നെ സതീശൻ കൊച്ചേട്ടനും രാമേന്ദ്രൻ അമ്മാവനുമാണ് ഈ നിലയിൽ എത്തിച്ചു തന്നത്. നിങ്ങളുടെയൊക്കെ ജാതി വെറിക്ക് മുമ്പിൽ ഞാൻ ഇപ്പോഴും ജീവിക്കുന്നു ദേ ഈ കോലത്തില്. ഒരേ വയറ്റിൽ പിറന്ന നിന്റെയൊക്കെ കുഞ്ഞു പെങ്ങളെ, എൻ്റെ ഗായത്രി കുട്ടിയെ ജാതിയുടെയും ദുരഭിമാനത്തിൻ്റെയും പേര് പറഞ്ഞ നീയൊക്കെ കൂടി ചുട്ടുകൊന്നില്ലട ചെറ്റകളെ. എൻ്റെ ഗായത്രി കുട്ടിക്ക് വേണ്ടി എനിക്ക് കൊച്ചറക്കൻ്റെ കൂടെ കൂടേണ്ടി വന്നടാ. അതെൻ്റെ ജീവിതം പോയാലും ശരി, ഞാൻ അവൻ്റെ ഒപ്പം കൂടുമടാ. എടാ കൊച്ചിറക്ക,
സതീഷ് ചേട്ടായി എന്നാ വിശേഷം? ബാ ഇരിക്കേ. കൊച്ചിറക്ക, നിനക്ക് ആ ഗായത്രിക്കുട്ടിയെ ഇഷ്ടമാണെങ്കിൽ നീ വിളിച്ചിറക്കിണ്ട് വാടാ, ഞങ്ങളുണ്ടാ കൂടെ. പക്ഷേ നമുക്ക് അവരെ എതിർത്തേക്കാൻ കഴിയുമോ സതീഷ് ചേട്ടായി? ഒന്നുമില്ല, ഒന്നും സംഭവിക്കില്ല അല്ലേ അച്ഛേ? ഒരു കീഴ്ജാതിക്കാരനുമായിട്ടുള്ള സംബന്ധം ഈ തറവാടിന് കൂടുന്ന ഗതികേട് വന്നിട്ടില്ല. കൊണ്ടുപോയി കത്തിക്കണാടാ രണ്ടിനെയും. എടി നിന്റെ ഉദ്ദേശം നടക്കൂല. നിന്നെ കൊല്ലണ്ടി വന്നാലും അവന് കെട്ടിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. കൊല്ലാനും മടിക്കൂല. കൊല്ലൂന്ന് പറഞ്ഞ കൊല്ലും ഞാൻ. ഇങ്ങോട്ട് നോക്കിയ നീ ഞാൻ പറയട്ടെ, ഇന്നിവിടെ കൊല്ലും ഞാൻ. പന്ന മോന്റെ അവസാന ഗായത്രി ആണുങ്ങൾ പറഞ്ഞത് എന്താ അത് കേട്ടാ എതിർക്കുന്നോട് എന്നോട് പറഞ്ഞ കേൾക്കില്ലടി, പറഞ്ഞ കേൾക്കില്ലടി, കൊല്ലും നിന്നെ ഞാൻ. ലക്ഷ്യം മാത്രമേ ഉണ്ടായുള്ളൂ, ഈ കുടുംബത്തിലെ ഓരോന്നിനെയും തിരിച്ചു കൊല്ലുക. അതിനായിരുന്നു ഈ കാത്തിരിപ്പ്. അതിന്റെ അവസാനമാണിന്ന്. എൻ്റെ ഗായത്രിയെ കൊന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും കൊന്നൊടുക്കുകയായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിൻ്റെ അവസാന കണ്ണികളാണ് നിങ്ങൾ. മാളൂട്ടി, അവൾ സുരക്ഷിതയായി എൻ്റെ കയ്യിലുണ്ട്. പിന്നെ നിങ്ങളുടെ അച്ഛൻ, അയാൾ നീറി നീറിച്ചാകുന്നത് എനിക്ക് കാണണം. ഒഴിക്കട കൊച്ചിറക്ക പെട്രോള് കത്തി ചാമ്പലാവട്ടെ.
എടാ സതീശ നീ എത്തി കാണിക്കണേ തടയ്ക്കാതെ അവിടെ നിൽക്കുവാ. സത്യ, നീ ഇതിൽ ഇടപെടണ്ട.